പേര് രഞ്ജിത്ത് ബാലു എന്നാണ്. ഇപ്പോ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷം ജോലിയുടെ കൂടെ ഇപ്പൊ ഒരു 3 വർഷം ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 1, 2, 3 മാസത്തിനുള്ളിൽ NTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മാസം നക്സസ് പ്രോഗ്രാമിൽ എന്തായാലും NTC ആയിട്ട് ഉണ്ടാവും. അപ്പോ എനിക്ക് നിങ്ങളോട് 1, 2 കാര്യങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളൂ. കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് കൂടുതലായിട്ടും പുതിയതായിട്ടും കാര്യങ്ങളൊന്നും പറയാനോ മനസ്സിലാക്കാനോ ഇല്ല. ആഹ് എന്താ പറയാ, കുറച്ച് വളരെ ചുരുങ്ങിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ബിസിനസ്സിൽ ചെയ്യാനായിട്ടുള്ളൂ. പറയാനായിട്ട് ഈ ബിസിനസ്സിൽ ഒന്നുമില്ല എന്നുള്ളതാണ് രസം. ചെയ്യാനായിട്ടാണ് നമുക്കുള്ളത്. അപ്പോ ആഹ് എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് 1, 2 കാര്യങ്ങൾ പറയാം. അപ്പോ പേര്, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. എന്റെ മേഖല വെൽഡിംഗ് ആണ്. അവിടെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് എന്റെ അപ്ലൈൻ ധനീഷ് മാൻ സാറോട് എന്നോട് ഈ ബിസിനസ് സ്പോൺസർ ധനീഷ് മാൻ സാർ എന്നോട് ഈ ബിസിനസിനെ കുറിച്ച് പറയുന്നത്. എന്റെ അനിയന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. കാരണം ഞാന് പണ്ട് എനിക്കൊരു ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയാണ്, കാരണം ഇനി ഏതായാലും ഞാൻ ഡയറക്ട് സെല്ലിങ്ങിലോട്ടില്ല, കാരണം പണ്ട് കുറെ അനുഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതിന് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് മാറി നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിപ്പോ സൗദിയിലാണല്ലോ ഉള്ളത്, നാട്ടിൽ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, പുള്ളി പറഞ്ഞു നാട്ടിൽ വന്നിട്ട് ആലോചിച്ചോളൂ, ചെയ്തോളൂ, പക്ഷെ ഒരു ഐഡിയ അടിച്ചിടണം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ ഒരു ID ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയും അങ്ങനെ ഒരു ഐഡിയ അടിക്കുകയും ചെയ്തു. അപ്പൊ പുള്ളി നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ, നമ്മളെ ലീഡർമാർ ചെയ്യുന്ന പോലെ തന്നെ എന്നെയും ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാരും ചെയ്യുന്ന പോലെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോവാറില്ലേ. അപ്പൊ അതേപോലെ ഞാനും 1, 2 തവണ എക്സിറ്റ് ആയി പോയി. അത് എന്താ പറയാ, പുള്ളിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, ബിസിനസ്സിനോടുള്ള ഒരു നെഗറ്റീവ് കൊണ്ടായിരിക്കാം അങ്ങനെ പോയത്. അങ്ങനെ ഒരു 4, 5 തവണ പോയ സമയത്ത് പുള്ളി പിന്നെ ഒരു തവണ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നമ്മളെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു നിയമം വന്നിട്ടുള്ള ഒരു വീഡിയോ. എളമരം കരീം എന്താ പറയാ MLA ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ അയച്ചു തന്നു. ആ അയച്ചു തന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിൽ ഗവൺമെന്റ് ഇതിന് നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ്, അതായത് ഇതിന് നിയമം വരുന്ന സമയത്ത് മുന്നേ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ മണ്ടനായി പോവും എന്നുള്ളൊരു ചിന്തയുടെ കൂടെ പതുക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സാറിനെ വിളിച്ച് സംസാരിക്കുന്ന ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട ITC ലീഡർ ബെൽനി സാറിന്റെ ഒരു വാക്കും അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ആദ്യം അറിയായിരുന്നു. സംസാരിച്ച സമയത്ത് മനസ്സിലായി വന്നിട്ട് എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചു. പക്ഷെ വീട്ടില് എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ് രസം. കാരണം ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞപ്പോ വീട്ടുകാർ എന്തായാലും നെഗറ്റീവ് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാനാണെങ്കിൽ നിൽക്കണ്ട, അവിടെ തന്നെ നിന്നാ മതി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് അത്ര വിശ്വാസമായിരുന്നു. അപ്പൊ പക്ഷെ സ്വദേശിവൽക്കരണം വരികയും നാട്ടിൽ വരികയും ചെയ്തു. നാട്ടിൽ വന്ന സമയത്ത് ഈ ബിസിനസ് കേട്ടു. ധനീഷ് സാറ് വീട്ടിലോട്ട് വന്നില്ല, കാരണം വീട്ടിൽ കയറാൻ പറ്റില്ല, പണ്ടത്തെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. അപ്പോ വീട്ടില് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് പുള്ളി കയറാൻ പറ്റിയില്ല. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് കാണാൻ വന്നിട്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ മുറ്റത്ത് വീട്ടിലോട്ട് കയറാണ്ടാണ് ഇരുന്നത്. കാരണം വീട്ടിൽ കയറി കഴിഞ്ഞാൽ അനിയൻ തല്ലി കാലൊടിക്കുന്നു പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അനിയൻ സുഹൃത്തുണ്ടോ. അപ്പോ വീട്ടിലോട്ട് പുള്ളി കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഒരു തവണ പോയി നോക്കാന്നുള്ള ചിന്തയിൽ നമുക്കൊരു വിൽ പവർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഒരു തവണ പോയി നോക്കാന്നുള്ള ചിന്തയിൽ നമ്മൾ പോയ സമയത്ത് ഞാൻ കാണുന്നത് ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം പണ്ടത്തെ പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ പതുക്കെ ഈ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക്
കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ മനസ്സിലായി. കാരണം ഇതിനകത്ത് ചെറിയ പ്രൊഡക്റ്റാണ്. പക്ഷെ വിൽക്കാനായിട്ട് എളുപ്പമാണ്. പണ്ടത്തെ പോലെയല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ എന്തുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കൊരു ഈ 19-ാം തീയതി ഫെബ്രുവരി 19-ാം തീയതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ലിസ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മളെ തൊടാൻ പിന്നെ ആരും ഇല്ലാത്ത രീതിയിലേക്കായി മാറും. അപ്പൊ പണ്ടത്തെ ഒന്ന് രണ്ട് എന്നെക്കാൾ ഒരുപാട് ഇതുണ്ട് ട്ടോ. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ അയാൾക്ക് എന്നെക്കാളും വലിയൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതിന് നിയമം ഇല്ലാത്ത കാലത്തും നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ നിയമം വന്നതോടുകൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. അപ്പൊ നമ്മള് ചെയ്യാണ്ട പോരുത്. അപ്പോ ബിസിനസ് പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വൈഫിനോട് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തായാലും വലിയൊരു വരുമാനം കിട്ടാണ്ട് ഞാൻ എന്തായാലും ഇത് ഫുൾ ടൈം ചെയ്യില്ല. ജോലിയുടെ കൂടെ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, കാരണം ജോലി കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോ അത് വീട്ടുകാർക്ക് സമ്മതമായി. പക്ഷെ എന്നാലും പഴയ നെഗറ്റീവ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് രാത്രിയൊക്കെ നേരം വൈകി വന്നാലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ, കാരണം എനിക്കറിയാം ഇതിന്റെ സാധ്യത എത്രത്തോളം ഉള്ളത്. കാരണം നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പല ആൾക്കാരും നിങ്ങളെ വൈഫിനെ കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, അച്ഛനെ കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, അമ്മനെ കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, പെങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, ഇവരെ ആരും കേൾപ്പിച്ചിട്ടുണ്ടാവില്ല. ഇവരെല്ലാരും ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവരാരും പ്രോഗ്രാമിന് വരുമല്ലോ. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ വൈഫിനെയും കൂട്ടി ടൗണിലേക്ക് പോവാന്ന് പറഞ്ഞ് പോയി. പോയ സമയത്ത് നമ്മുടെ അനീസാറുടെ ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞില്ല. അന്ന് അനീസാറുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരുത്തിയ സമയത്ത് പഴയ ബിസിനസ് അല്ലാന്ന് ആൾക്കും മനസ്സിലായി. അങ്ങനെ പതുക്കെ പതുക്കെയൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ ചീത്ത പറയുന്നതും നേരം വൈകി വരുന്നതിനൊക്കെ പതുക്കെ 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 നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് ക്ഷമ വേണം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പഠിച്ചിട്ടുള്ളത്. പതിയെ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ ചെയ്തോ എന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമേ വരത്തുള്ളൂ. അപ്പൊ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നേടിയെടുക്കാന്നുള്ള ലെവലിലോട്ട് അനീസാറ് ട്രെയിനിങ്ങിലൂടെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പോയി. അങ്ങനെ പോയ സമയത്ത് പതുക്കെ പതുക്കെ ബിസിനസ് വീണ്ടും ജോലിയുടെ കൂടെ, ജോലി കഴിഞ്ഞിട്ടുള്ള 1, 2, 3 മണിക്കൂർ, കാരണം നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും. നമ്മളെല്ലാരും പറയും ഒരു സമയവും ഇല്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മള് സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഇടപെടാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ വീടിനടുത്ത് 1, 2 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, ക്ലബിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് ആര് വിളിക്കുമ്പോ പറയും സമയമില്ലടാ, ഒന്നിനും സമയമില്ല. രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ കൂടെ വേറെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ കാര്യങ്ങൾ കേട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമുക്ക് അവര് ഭയങ്കര സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ അവര് തരുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല, നമ്മളെ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിന്, നമ്മളെ ഈ വില കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് തരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഇതിൽ നിന്നൊക്കെ അകന്നു. അതിൽ കൊടുക്കുന്ന സമയങ്ങൾ ഞാൻ പതുക്കെ ഈ ബിസിനസ്സിലോട്ട് കൊടുത്തു. എന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇതിലാകെ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ആണ്. നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മളെ കുടുംബം കഴിയുന്നതെങ്കിൽ, നമ്മളെ മക്കള്, നമ്മളെ ഭാര്യ, നമ്മളെ അച്ഛൻ, നമ്മളെ അമ്മ, നമ്മളെ വീട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളെ അധ്വാനം ഇല്ലാതാവുന്ന ഒരു സമയത്ത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, പറയുന്ന കാര്യമാണ്, നമ്മൾ അധ്വാനം ഇല്ലാതാവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലോട്ട് വരുമാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ കിട്ടണമെങ്കിൽ, നമ്മൾ അധ്വാനം ഇല്ലാണ്ടായി കഴിയുന്ന ഒരു അവസ്ഥ വരും. ആ അവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളെ വീട്ടില് നമ്മളെ ബന്ധുക്കളെ, നമ്മളെ സുഹൃത്തുക്കളെ, ഞാൻ ആരെയും കുറ്റമായിട്ട് പറഞ്ഞതല്ല, നമ്മളെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിടണം എന്നുള്ളത് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും, അതുകൊണ്ട് പല കാര്യങ്ങളും പതിയെ പതിയെ, ഒറ്റയടിക്കല്ല, കൂട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ പതിയെ പതിയെ പല കാര്യങ്ങളും മാറ്റി വെച്ചു കൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ജോലി കഴിഞ്ഞാൽ നേരെ ഇത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 3 വർഷം ചെയ്ത സമയത്ത് എസ് ടി സി ആയ സമയത്ത് ഫുൾ ടൈം കരിയർ ആയിട്ട് ഇത് അങ്ങ് ചെയ്തു. കാരണം എസ് ടി സി ആയി എന്ന് പറഞ്ഞാൽ എസ് ടി സി ആയിട്ട് ഫുൾ ടൈം ആയതല്ല, കാരണം ഞാൻ ചെയ്യുന്ന മേഖലയേക്കാൾ കൂടുതൽ എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. കാരണം ഞാൻ ജോലിക്ക് പോയാൽ എല്ലാ ദിവസവും 1000 രൂപ കിട്ടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 6 ദിവസം പോയി കഴിഞ്ഞാൽ 6000 രൂപ കിട്ടും. അങ്ങനെ ഒരു മാസം പോയി കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് അടുത്ത് വരുമാനം കിട്ടും. പക്ഷെ ഈ ജോലി പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് ഒരു 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 മാസം എനിക്ക് 30,000 രൂപയ്ക്ക് മുകളിലൊക്കെ വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇതങ്ങ് ഫുൾ ടൈം ആയിട്ട് അങ്ങനെ ഏറ്റെടുത്തു.
ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എൻടിസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ അന്നൊരു മാസം 30,000 രൂപയായിരുന്നെങ്കിൽ ഇന്നൊരു മാസം 60,000 70,000ത്തിന്റെ ഇടയിലുള്ള മാസ വരുമാനം എന്തായാലും ഈ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം, കാരണം ഇന്നലെയും കൂടെ ഞാനൊരു കസ്റ്റമറോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള, ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന ഇത് 2025 അല്ലെ? 2025 കഴിഞ്ഞ് ഇന്ന് 31ാമത്തെ ദിവസമാണ്. നിങ്ങൾ എണ്ണിയോന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും എണ്ണിക്കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നത്. കാരണം 2025 ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ദിവസവും എണ്ണി, ഓരോ ദിവസവും നമ്മളെ വളർച്ചയും, ഓരോ ദിവസവും നമ്മളെ തളർച്ചയും, ഓരോ ദിവസവും നമ്മളെ പുതിയ സ്കില്ലുകൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഓരോ ദിവസവും എണ്ണി പോകുന്നു. നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങള് നിങ്ങളെ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും 2026 ന്യൂ ഇയർ എന്ന വർഷത്തിലേക്ക് നിങ്ങൾ വെക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഓരോ ദിവസവും നിങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതും നിങ്ങളെ കഴിവുകൾ പുതുക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും വെക്കുക. അല്ലാണ്ട് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പോലും നിങ്ങളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോ ഇന്ന് 2025 31ാമത്തെ ദിവസമാണ് സുഹൃത്തുക്കളെ. വർഷത്തിന്റെ 31 ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ള ഓർമ്മയോടുകൂടെ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും അതൊരു പുത്തൻ ഉണർവ് തരും. ഓരോ ദിവസവും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോ ഈ വർഷം ഈ ഒരു ദിവസം മുതൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. അത് ആദ്യം നിങ്ങൾ തീരുമാനം എടുക്കുക. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ആരോടെങ്കിലും പറയാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രൊഡക്റ്റ് പറയാൻ അറിയില്ലെങ്കിൽ, അത് നിങ്ങൾ ആദ്യം പഠിക്കുക. ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് ഈ ബിസിനസ് നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ബിസിനസ്സിലെ പ്രൊഡക്റ്റുകളെ കുറിച്ച് സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ബിസിനസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം നിങ്ങളെ അപ്ലൈനെ നിങ്ങൾ കാത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ വളർച്ചയ്ക്ക് വേഗത കുറയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനായിട്ടുള്ള കാര്യം. കാരണം ഈ ബിസിനസ്സിൽ ഞാന് എന്റെ സ്പോൺസർ ധനീഷ് മാധവൻ സാറാണല്ലോ. അപ്പൊ ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയല്ല കേട്ടോ. എനിക്ക് എന്റേതായിട്ടുള്ള രീതികളിലുള്ള ഒരു സംഗതി ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അങ്ങനെ പറയാണ്. കാരണം അദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ എന്താ പറയാ, ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം STC റാങ്കിലാണ്, RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏഹ്, അദ്ദേഹത്തിന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ടീമുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള പുതിയൊരു വ്യക്തിയാണ്. അപ്പോ എന്റെ റാങ്കിൽ എന്നെ സ്പോൺസർ ചെയ്തത് കൊണ്ട് എന്റെ സ്പോൺസർ അദ്ദേഹത്താണല്ലോ. ഞാൻ അദ്ദേഹത്തിന് തന്നെയാണ് വർക്കിന് വിളിക്കുക. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് വർക്കിന് വരാനായിട്ട് ചില സമയങ്ങളിൽ സമയം ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ അദ്ദേഹം വിളിച്ച സമയത്ത് ചിലപ്പോൾ എത്തൂല. ചില സമയത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ബിസിനസ് പറയുന്ന സമയത്ത് 1.5 മണിക്കൂർ എടുത്തിട്ട് ബിസിനസ് കാര്യങ്ങൾ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പറയാ. അപ്പം കുറെ തവണ ഞാൻ പോയി ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയ സമയത്ത് ഒരു ഐഡിയ കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഒരു കാര്യമാണ്. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ഒരു ചിന്താഗതി അങ്ങനെ പോയത്. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് 1 മണിക്കൂർ ഇരുന്ന് ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് സമയമില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, എന്റേതായിട്ടുള്ള രീതികളിൽ ഈ ബിസിനസ് പറയാനായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കണം. അങ്ങനെ ഒരു 20-25 മിനിറ്റ് എടുത്തിട്ട് ഈ ബിസിനസ് പറയുന്ന ഒരു മൊഡ്യൂളിലേക്ക് ഞാൻ എന്റെ രീതിയിലെ ഒരു ഐഡിയയിൽ മാറ്റി. കാരണം സമയം പാലിക്കുക എന്നുള്ളത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ വാക്കുകൾ പരിധിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകളുള്ള ആളാണ് കേട്ടോ, ആൾക്കാരാണ്. കാരണം ഒരുപാട് ട്രെയിനിങ് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. കാരണം അടിച്ചേൽപ്പിക്കല്ല, ഞാൻ പറയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലി നിങ്ങൾ രൂപപ്പെടുത്തുകയും നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ ഈ ബിസിനസ് പറയുകയും ഒരാൾക്കാരോട് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. കാരണം നമ്മളെ കൂട്ടുകാരോടാണെങ്കിലും നമ്മളെ ബന്ധുക്കളോടാണെങ്കിലും നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മൾ ഈ ബിസിനസ് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങൾ, ബോസിന്റെ ഇതില്ലാണ്ട് നിങ്ങൾക്ക് ബിസിനസ് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനായിട്ട് കാര്യം. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് പറയാൻ പഠിക്കുക. സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് 1-2 വർക്ക്ഷോപ്പുകളൊക്കെ ലീഡേഴ്സ് വെച്ച് തരും. അത് വെച്ച് നിങ്ങൾ വെച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കരയുന്ന
പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ച് പഠിക്കുക, അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഞാനൊക്കെ പല കാര്യങ്ങളും, കാരണം എനിക്ക് അറിയാത്ത ഒരു കസ്റ്റമർ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കല് ഒരു ഇതിന്റെ തുടക്ക സമയത്ത് ഞാനൊരു കസ്റ്റമർ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ പ്രൊഡക്റ്റ് ഒക്കെ നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് എനിക്കത് അറിയില്ലായിരുന്നു. കാരണം അന്ന് ആ കസ്റ്റമർ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് മുതൽ എനിക്കൊരു വാശിയായി. കാരണം അദ്ദേഹം ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ അത് പഠിക്കണം എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും, അതായത് കസ്റ്റമർ അടുത്ത് പോയിട്ട് നമ്മൾ പുതിയതായിട്ട് കിട്ടുന്ന പല അനുഭവങ്ങളും നമ്മൾ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി, അത് മുന്നേ മനസ്സിലാക്കി പതുക്കെ പതുക്കെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഉം, ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ലീഡേഴ്സിനെ അധികം ഉപയോഗിക്കാതെ നമ്മൾ തന്നെ നമ്മളെ ടീമിനെ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസും നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീം നമ്മളെ തന്നെ, നമ്മളൊരു എക്സ്പേർട്ടായി മാറും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ മാക്സിമം സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ആളുകളെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മളെ ഒരു 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 ലീഡറുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏഹ് എനിക്ക് നിങ്ങളോട്, നിങ്ങളൊരു ടീം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും സാധിക്കണം. ടീമിന്റെ എന്താ പറയാ, ടീമിന്റെ വളർച്ചയ്ക്ക് വ്യക്തികളുടെ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്, അല്ലെ? ഇപ്പം നിങ്ങളെ സുബ്രഹ്മണ്യൻ സാർ എന്ന് പറയുന്നത് RTC റാങ്കിലാണ്, അതായത് 1.5 കോടി ബിസിനസ് വോളിയം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതൊരു റാങ്കിലെത്തി, ഒരു ടീമായ സമയത്ത് അതൊരു വലിയ ടീമായി മാറി, അല്ലെ? ആ വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കാനും അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് അങ്ങനെ മാറിയത്, അല്ലെ? ഇതിൽ വളർന്നിട്ടുള്ള ഓരോ വ്യക്തികൾ അങ്ങനെ എഫേർട്ട് എടുക്കുന്ന കൊണ്ടാണ് മാറിയത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, GTS, ഹോം മീറ്റിംഗ്, ടീം മീറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും എടുത്തു കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ടീം ഇല്ലല്ലോ എന്ന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങളെ ടീമാണ്. അപ്പൊ ആ ടീമിന് വേണ്ടിയിട്ടുള്ള GTS, ഹോം മീറ്റിംഗ്, ടീം മീറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാറോ റൂബിയോ ആവുന്ന സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റേതായിട്ടുള്ള രീതികളിൽ ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാലേ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ടീമായിട്ട് മാറുള്ളൂ. ക്ലിയർ ആയോ? അതായത് നിങ്ങളെ പേരിൽ നിങ്ങൾ പ്ലാൻ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ GTS എടുത്തു കൊടുക്കണം. GTS എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഹോം മീറ്റിംഗ് എടുത്തു കൊടുക്കണം, നിങ്ങൾ ലീഡറായിട്ട് മാറണം. അങ്ങനെയാകുമ്പോഴേ നിങ്ങളെ പേരിൽ അറിയപ്പെടുന്ന ഒരു ടീമായിട്ട് മാറുള്ളൂ. അങ്ങനെ ആവുമ്പോഴേ അവർ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. മറ്റു നിങ്ങളെ ലീഡറെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളെ മക്കള് നമ്മളല്ലേ നല്ല രീതിയിൽ കണ്ടുപഠിക്കേണ്ടത്, അല്ലെ? അയൽവക്കത്തിരിക്കുന്ന ആൾക്കാരെ അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മള് ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന വ്യക്തികളും ഇതാവുന്ന വ്യക്തികളും ഒക്കെ ആയിട്ട് മാറുക എന്നുള്ളതാ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പല കാര്യങ്ങളും പല ആൾക്കാരും പറയാറാണ് പതിവ്. പല കാര്യങ്ങളും പല ആൾക്കാരും പറയാറാണ് പതിവ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം, അല്ലെ? പല ആൾക്കാരും പറയാറാണ്, പക്ഷെ നമ്മൾ ഓരോ വ്യക്തികൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. കാരണം എന്താ? ഒരു സെയിൽസിന് പോയി, നമ്മളെ അസോസിയേറ്റിന്റെ കൂടെ നമ്മളെ സെയിൽസിന് പോയി. സാധാരണ സംഭവിക്കുന്നത് എന്താ? നമ്മളെ ഒരു കസ്റ്റമറെ കാണാൻ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഇവിടെയൊക്കെ പല ആൾക്കാരും ഞാൻ ചെയ്ത് കാണുന്നുണ്ട്. ഒരു 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 കസ്റ്റമറെ കാണാൻ ആ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ അപ്ലൈന് വിളിക്കും. സാറിന് ഒഴിവുണ്ടോ? എന്ന് വരാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കസ്റ്റമറാണ്, ഒരു ഡോക്ടറാണ്, ഒരു 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 എന്താ പറയാ, ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. സാറ് വന്നാലേ റെഡി ആവുള്ളൂ എന്ന് പറയും. കാരണം നിങ്ങൾ ആലോചിക്ക്, പിന്നെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ് ചെയ്തിട്ടുള്ള കസ്റ്റമർ അല്ലല്ലോ. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ അല്ലല്ലോ. ഒരു വേറെ ഏതെങ്കിലും മേഖലയിൽ ഇരിക്കുന്ന ആളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളെ അസോസിയേറ്റിനെ കൂട്ടി, ലീഡർ ഒന്നും വേണ്ട, ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞ്, അത് നിങ്ങൾക്ക് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം ആദ്യം. അങ്ങനെ ഞാൻ തന്നെ വരാന്ന് പറഞ്ഞ് ആ അസോസിയേറ്റിന്റെ കൂടെ കൂട്ടി അയാളോട് പോയി ബിസിനസ് പറഞ്ഞ് അയാളെടുത്തുനിന്ന് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. സെയിൽസ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എങ്ങനെയാ പ്ലാൻ പറയാന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ നിങ്ങളോട് പറയാണ്. ഞാൻ ബിസിനസ് പറയാറ്
55,000 വെച്ചിട്ട് ആണ് ഞാൻ ബിസിനസ് പറയാറ്. 55,000 വെച്ച് ബിസിനസ് പറയുന്ന സമയത്ത് 7 ഐഡി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4,050 രൂപ ഇൻകം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ബിസിനസ് പറയാറ്. ഇത് ബിസിനസ് പറഞ്ഞ അദ്ദേഹത്തോട് സെയിൽസ് ക്ലോസിങ്ങിന്റെ കാര്യം കേട്ടോ നിങ്ങളോട് പറയുന്നത്. നിങ്ങളതായിട്ട് ഐഡിയയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. എൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറയുന്നു മാത്രം. 55,000 ബിസിനസ് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അയാള് പൈസ ഇല്ലെങ്കിൽ, അയാളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരും. കാരണം അയാൾ പറയും പൈസ ഇല്ല എന്ന് പറയും, ഇത്രയും പൈസ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ആ സെയിൽസ് എങ്ങനെ ക്ലോസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിക്കുക, സാറേ നമുക്ക് നാളത്തേക്ക് നിങ്ങൾ ബിസിനസ് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെള്ളിയാഴ്ചകളിലേക്കോ വ്യാഴാഴ്ചകളിലേക്കോ, നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്, വെള്ളിയാഴ്ചകളിലേക്കോ വ്യാഴാഴ്ചകളിലോ പറയരുത്. നിങ്ങൾ നാളെ 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 അല്ല ഇന്ന്, ഇങ്ങനെ പറയാവൂ നിങ്ങൾ സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ബിസിനസ് പറഞ്ഞിട്ട് ഞാൻ 55 പറഞ്ഞു കഴിഞ്ഞാൽ അയാള്, നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ 2,000 രൂപയ്ക്കോ 1,000 രൂപയ്ക്കോ എൻ്റെ അടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് 55 പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാള് 25,000 പറയും, പിന്നെ 30,000 പറയും. ഇത് പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ നാളെ തുടങ്ങാനായിട്ട് സാറിന്റെ കയ്യിൽ എത്ര പൈസയാണുള്ളതെന്ന് ചോദിക്കും. നാളെ തുടങ്ങാൻ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങാൻ എത്ര രൂപയുള്ളതെന്ന് ചോദിക്കും. അപ്പൊ പറയും ഇന്നൊന്നും ഇല്ല എന്ന് പറയും. നാളെ ആണെങ്കിൽ നമുക്കൊരു 10 15 തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് കിട്ടി. ഇത്രയും സിമ്പിൾ ആണ് നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ. അല്ല 5 വാങ്ങിക്കുകയാണ്, 5 ആണെങ്കിലും നമുക്ക് സെയിൽസ് കിട്ടി. ബാക്കി നമ്മളെ ബിസിനസ്സിൽ വന്നിട്ട് ബാക്കി നമുക്ക് എടുപ്പിച്ചാൽ പോരെ. നമ്മൾ ഇത്ര തന്നെ കിട്ടണം, ഇപ്പം ഇത്ര തന്നെ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വന്നിട്ട് എടുപ്പിച്ചാൽ മതിയല്ലോ നമ്മളെ ബിസിനസ്സിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട്. അപ്പൊ നമുക്ക് സെയിൽസ് ക്ലോസിങ്ങിന്റെ ഒരു ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് നാളെ തുടങ്ങാൻ സാറിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് അവർ പറയും പൈസന്റെ ആവശ്യമൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, അല്ല പൈസ ഇല്ല, കാര്യങ്ങളൊക്കെ പറയും. തിരിച്ചൊരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിക്കണം, സാറിന് പൈസയുടെ ആവശ്യമില്ലേ? നിങ്ങൾ തിരിച്ചു ചോദിക്കണം, സാറിന് പൈസന്റെ ആവശ്യമില്ലേ? അവൻ എന്നിട്ട് ചോദിച്ചിട്ട് മിണ്ടാണ്ടിരിക്കണം, അവരെ മുഖത്തോട്ട് നോക്കിയിട്ട്. സെയിൽസ് ക്ലോസിംഗ് ആട്ടോ പറയുന്നത്. നിങ്ങൾ ചോദിച്ചിട്ട് ഈ സാറിന് ചോദിച്ചിട്ട്, സാറേ സാറിന് പൈസേന്റെ ആവശ്യമില്ലേ? ഇത് നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് ചോദിക്കാൻ പറ്റണം സുഹൃത്തുക്കളെ. ഗൗരവമായിട്ട് ചോദിക്കരുത്, ചോദിക്കുന്ന ചോദ്യം മാറിപ്പോകും. ചിരിച്ചുകൊണ്ട് അവരെ മുഖത്ത് നോക്കിയിട്ട് സാറിന് പൈസയുടെ ആവശ്യമില്ല എന്ന് ചോദിച്ചിട്ട് ഒരു സെക്കൻഡ് മിണ്ടാണ്ടിരിക്കണം. അവര് പറയും പൈസ ആർക്കും ആവശ്യമില്ലാത്ത, പൈസ ആർക്കും ആവശ്യമില്ലാത്ത. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, സാറേ ആഴ്ചയിൽ 2,10,000 വരെ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ മൈൻഡ് പതുക്കെ നമ്മളിലോട്ട് വരും. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് സെയിൽസ് ക്ലോസിങ് ചെയ്യാനായിട്ട് ചെയ്ത് ടീമിനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് നിങ്ങളെ ഒരു ബിലീഫ് വരും, അവർ നിങ്ങളെ കൂടെ ബിസിനസ് ചെയ്തോളും. നാളെ അവരെന്ത് ചെയ്യും, നാളെ അവരിത് പണി ഏറ്റെടുത്ത് ചെയ്തോളും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ്സിൽ കുറെ ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ള, നിങ്ങൾ കുറച്ച് ഇനാക്റ്റീവ് ഉണ്ടാവും. ഇൻആക്റ്റീവ് അല്ലെ, അതായത് ആക്റ്റീവ് ആവാണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനാക്റ്റീവ് വിസിറ്റ് നടത്തുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനാക്റ്റീവ് വിസിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, വൺ സൈഡ് ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതിന് നിങ്ങളൊരു പേപ്പർ വർക്കുകളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിനൊരു പേപ്പർ വർക്ക് ഉണ്ട്. പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ID ചെക്ക് ചെയ്യാന്ന് പറയും. നിങ്ങളെ ID മുതൽ താഴോട്ട് ഓരോ ആൾക്കാരെ ID എടുത്ത് ഇങ്ങനെ എഴുതുക. അതിൽ KYC കൊടുക്കാത്തതുണ്ടാവും, ഇൻകം കിട്ടാത്തതുണ്ടാവും, പാൻ കാർഡ് കൊടുക്കാത്തതുണ്ടാവും, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇത് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വിജയനെ നോക്കുന്ന സമയത്ത് അയാളെ ഒരു സൈഡില് 5 ലക്ഷം ബിസിനസ് വോളിയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അയാൾ 5 ലക്ഷം ബിസിനസ് വോളിയം സ്ക്രീൻഷോട്ട് എടുക്കുക, ഫോണിൽ കൂടെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അയാൾ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ എന്നിട്ട് നിങ്ങളെ ഇതെടുത്തിട്ട് അയാൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വോയിസ് വിട്ടുക, വിജയേട്ടന്റെ ഓർഗനൈസേഷൻ ഫണ്ടില് 5 ലക്ഷം ബിസിനസ് വോളിയം വന്നിട്ടുണ്ട്, അതായത് ഒരു 7-7.5 ലക്ഷം റുപ്യന്റെ കച്ചവടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വോയിസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് അയാളുടെ വീട്ടിൽ പോവുക. അയാളുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും അയാളുടെ പ്ലാൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ 2/10 കിട്ടുന്ന പ്ലാൻ അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. പ്ലാൻ നിങ്ങൾക്ക് പറയാം, 2/10 കിട്ടുന്ന പ്ലാൻ നിങ്ങൾക്ക് പറയാം. എന്നിട്ട് പുള്ളിയുടെ വൺ സൈഡ് എടുത്തിട്ട്, വിജയേട്ടാ ഇവിടെ 5 ലക്ഷം ബിസിനസ് വോളിയം കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 7.5 ലക്ഷം ബിസിനസ് വോളിയം കയറിയിട്ടുണ്ട്, വിജയേട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ചോദിക്കുക. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് ചോദിക്കണം. വിജയേട്ടൻ എന്താ അറിഞ്ഞിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അറിയാണ്ട് 5 ലക്ഷം ബിസിനസ് വോളിയം കയറിയിട്ടുണ്ട്, അതായത് 60,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ വിജയേട്ടൻ ഒന്ന് മനസ്സ് വെച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ സൈഡ് ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുക.
എന്നിട്ട് പുള്ളിനോട് പറയാ, വിജയേട്ടൻ ഒരു 50,000 രൂപയ്ക്ക് സാധനം എടുക്കുന്ന സമയത്ത് വിജയേട്ടൻ ഒരു 4,000 ചില്ലറ റുപ്യ വരുമാനമായിട്ട് കയറും. അത് വൈഫിന്റെ ഐഡിയിലൂടെയും കയറുകയാണെങ്കിൽ ഒരു 6,000 7,000 റുപ്യൊക്കെ ഇൻകം കിട്ടും. ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് എന്നിട്ട് പറയാ, ഈ 50,000ത്തിന്റെ സാധനം എടുത്തിട്ട് നിങ്ങൾ പറയുന്ന ഡയലോഗാണ്, ഞാൻ വീണ്ടും പറയാണ്, ഈ 50,000ത്തിന്റെ സാധനം എടുത്തിട്ട് നിങ്ങൾ നാളെ തന്നെ വിറ്റ് ഒരു 6 മാസം കൊണ്ട് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ 50,000ത്തിന്റെ സാധനം വെച്ച് നമുക്ക് ഈ സൈഡിലും ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അവരോട് സീരിയസ് ആയിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇതിന്റെ സാധ്യതകളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഈ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരും നിങ്ങളെ ഇനാക്റ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന വ്യക്തികളും കൂടെ നിങ്ങളെ കൂടെ ബിസിനസ്സിലേക്ക് പതുക്കെ ഇത് നിങ്ങൾ ഒറ്റ ഫോളോ അപ്പ് കൊണ്ടൊന്നും നടക്കൂല. ഇത് കുറച്ച് തവണ നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എക്സ്പേർട്ടും ഒക്കെ ആയിട്ട് മാറുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ. അടുത്തൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇനാക്റ്റീവ് വിസിറ്റ് നിങ്ങൾ നടത്തുക. കാരണം നിങ്ങൾ 7 1 മണിക്ക് സമയം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാണ്, നിങ്ങൾ GTS സെന്ററുകൾ പോകാറുണ്ടാവും എനിക്കറിയാം. GTS സെന്ററുകൾ നിങ്ങൾ ചെയ്യാറുണ്ടാവും. എന്നാലും കൂടെ പറയാണ്, GTS സെന്ററുകൾ നിങ്ങൾ GTS കഴിഞ്ഞ പാട് വീട്ടിലോട്ട് ഓടരുത്. നിങ്ങൾ അസോസിയേറ്റിനെയും കൊണ്ട് പോകരുത്. അവിടെ കൂടി ഇരുന്ന് ഒരു ഫോട്ടോ ലീഡേഴ്സിന്റെ കൂടെ ഒക്കെ ഒന്ന് സമയം ചെലവഴിച്ച്, അങ്ങനെ കുറച്ച് സമയം കൂടെ ചെലവഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ഒരു എന്താ പറയാ, നമ്മൾക്കൊരു ടീം എന്നുള്ള രീതിയിലേക്ക് ആയി മാറുക. ഒറ്റ കാര്യം കൂടി പറയാണ്, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ വ്യക്തിയാണ്. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം, അദ്ദേഹം ഒരു ട്രെയിനറാണ്. ഒരു ലീഡർ എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ട്രെയിനറാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പറാണ്. കൂടെ വരുന്ന ആൾക്കാരെ, ഏതൊക്കെ ആൾക്കാരാണെങ്കിലും ആരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കണം. അടുത്തൊരു ലീഡർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ടീച്ചറാണ്. കാരണം പഠിപ്പിക്കാൻ പറ്റണം. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 95% അദ്ദേഹം ഫീൽഡ് വർക്കറാണ്. ഇതൊക്കെ ആണെങ്കിലും 95% അദ്ദേഹം ഫീൽഡ് വർക്കറാണ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ടീച്ചറും ട്രെയിനറും പ്രൊഫഷണൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും മാത്രമല്ല, ഇതൊക്കെ ഫീൽഡ് വർക്കാണ്. നിങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ മുതൽ, കാരണം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഓരോ വർഷവും ഓരോ ദിവസവും മാറ്റങ്ങളാണ്. ഇപ്പൊ ഈ വർഷം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസം 4 പേഴ്സണൽ പ്ലാൻ കൊടുക്കുക. എന്റെ സ്വന്തമായിട്ടുള്ള ഒരു മാസത്തിൽ എനിക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. 4 പേഴ്സണൽ പ്ലാൻ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ള ഒരു വാശി വെച്ചിട്ടാണ് ഈ വർഷം വർക്ക് ചെയ്യുന്നത്. ഇന്നലെ മാത്രം കൊടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ 6 ബിസിനസ് പ്ലാൻ. ഇന്നലെ മാത്രം കൊടുത്തിട്ടുള്ള ബിസിനസ് പ്ലാൻ 6. കാരണം ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വർഷം മുതൽ ഈ ഓരോ ദിവസവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാന്നല്ല, ഈ വർഷം അത് കാണിക്കുക എന്നുള്ള ലെവലിലാണ് പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ പറയല്ല, അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിന് വിടവാങ്ങാണ്. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മഹേഷ്. താങ്ക് യു ബാൽ സാർ.